ഈ വർഷം മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പൂർണ്ണമായും ഡിജിറ്റലാക്കാനുള്ള നീക്കത്തിലേക്ക് കടന്ന മോട്ടോർ വാഹന വകുപ്പ്. അനുമതിക്കായി ഗതാഗത വകുപ്പ് ഉടൻ ധനവകുപ്പിനെ സമീപിക്കും. ഡിജിറ്റലാക്കിയാൽ നിലവിലെ രീതിയായ ലൈസൻസിന്റെ ഒറിജിനൽ പകർപ്പ് വിതരണം നിർത്തലാക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. ലൈസൻസ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാനുള്ള തീരുമാനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എടുത്തുകൊണ്ട് ഇനി ഫൈനാൻസിന്റെ ഒരു കൺകറൻസ് വേണം. ലീഗലി ഓക്കെയാണ്. കാരണം ലീഗലി നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റൽ ലൈസൻസ് ആകാം, പിന്നെ പ്രിന്റ് പേപ്പർ ആയാലും മതി, പ്രിന്റ് കാർഡായാലും മതി. ഇപ്പോൾ നമ്മൾ കാർഡിന് പകരം പേപ്പറാണ് കൊടുക്കുന്നത്, പക്ഷേ അതായാലും മതി. പക്ഷേ ഒരു ഫിസിക്കലായിട്ടൊരു കാർഡ് ഒരു ലൈസൻസ് വേണമെന്ന് നിർബന്ധിക്കാൻ പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡിജിറ്റൽ ലൈസൻസ് ആവാമെന്നാണ്. അപ്പോൾ ഡിജിറ്റൽ ലൈസൻസ് നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ലൈസൻസ് മൊബൈലിൻ്റെ സ്ക്രീനിൽ കാണും. അത് നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം മൊബൈലിലാണ് എടുക്കുന്നത്. അതുപോലെ ആധാർ വരുന്നതൊക്കെ അങ്ങനെ. അപ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കാണിച്ചാൽ മതി. അതിലൊരു QR കോഡ് കാണും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പരിശോധകനെ ഇത് ഒറിജിനലാണോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കരാറെടുത്ത ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രിയൽ ലിമിറ്റഡിന് 15 കോടി രൂപ കുടിശ്ശിക വന്നതോടെയാണ് ലൈസൻസ്, RC എന്നിവയുടെ അച്ചടി മന്ദഗതിയിലായത്. ജൂലൈ മുതലുള്ള അപേക്ഷകളാണ് RDO ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നത്. ഇതിന് ശാശ്വത പോംവഴിയായിട്ടാണ് ഗതാഗത കമ്മീഷണർ CH നാഗജു ഡ്രൈവിംഗ് ലൈസൻസ് പൂർണ്ണമായും ഡിജിറ്റലാക്കാനുള്ള ശുപാർശ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് സമർപ്പിച്ചത്. പരിവാഹനിൽ ഇപ്പോൾ ഡിജിറ്റൽ ലൈസൻസ് ലഭ്യമാണെങ്കിലും അച്ചടിച്ച പകർപ്പും NVD നൽകുന്നുണ്ട്. ഡിജിറ്റലാക്കിയാൽ അനാവശ്യമായ ചെലവും ലൈസൻസിലായുള്ള കാത്തിരിപ്പും ഒഴിവാക്കാനാകുമെന്നതാണ് ഈ ശുപാർശയിൽ പറയുന്നത്. ലൈസൻസ് ടെസ്റ്റ് പാസ്സാകുന്ന ദിവസം തന്നെ ഡിജിറ്റൽ ലൈസൻസ് നൽകാൻ കഴിയുന്നതാണ്. ഡിജിറ്റലായാൽ വാഹന പരിശോധന സമയത്ത് ഉദ്യോഗസ്ഥർ ലൈസൻസിന്റെ ഹാർഡ് കോപ്പി ഒരിക്കലും ആവശ്യപ്പെടില്ല. ലൈസൻസ് ഡിജിറ്റലൈസേഷൻ നിയമപരമായി വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും മോട്ടോർ വാഹന നിയമം 130(1), 206 എന്നീ വകുപ്പുകളിൽ പറയുന്ന ലൈസൻസ് പിടിച്ചെടുക്കൽ നിയമം നടപ്പിലാക്കുന്നതിൽ സാങ്കേതിക പ്രശ്നമുണ്ടാകും. MVDയുടെ വരുമാനം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ധനവകുപ്പായതിനാലാണ് ഡിജിറ്റലൈസേഷൻ ആക്കാൻ ധനവകുപ്പിന്റെ അനുമതി പത്രം വേണ്ടത്. ആന്ധ്രയും ആസാമുമെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നടപ്പിലാക്കിയതുപോലെ അടുത്ത മാസം മുതൽ കേരളത്തിലും ലൈസൻസ് ഡിജിറ്റലാക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ. ക്യാമറമാൻ അനൂജാനാവിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.